എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണമന്തയുടെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് നടത്തുന്നത് ഭാഗവത ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സില് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 14-ാം അധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് തുടർന്ന് കേൾക്കാം. സാറിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സാർ. കർമാവത്തെ തേജസ്വിനാവതീതമസ്തു മാവിദ്വിഷാവത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. യംബവചന്തമപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരയജുഹാവ പുത്രേതി തന്മയതയാതരപോതിനേതുസ്തം സർവഭൂതഹൃദയം മദനീയരായ എല്ലാ പ്രഖ്യാതമായ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 14-ാം അധ്യായം. ഇനി 30-ാമത്തെ ശ്ലോകം എടുക്കുന്നു. 29 വരെയാണ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തെടുത്ത്. മൈത്രേയൻ പറഞ്ഞു നിർത്തിയതാണ് നമ്മൾ തുടങ്ങുന്നത്. ഇത്തം വിപര്യമതി പാപീയാൻ ഉത്പഥം ഗതഃ അനുനീയമാനസ്തത് യാഞ്ചാം ന ചക്രേ ഭ്രഷ്ടമംഗള. വിപര്യമതിയായി പാപമനുഷ്ഠിക്കുന്നവനായ സദാചാരം തെറ്റി നടക്കുന്ന വേനൻ ഋഷികൾ ആവും വിധം അന്വയിപ്പിച്ചെങ്കിലും ഇതൊന്നും കേട്ടില്ല, പ്രാർത്ഥനകളൊന്നും കേട്ടില്ല എന്നാണ് കഴിഞ്ഞ വർഷം പറഞ്ഞു വെച്ചത്. ഇത്യത്തെ അഫത്കൃതാസ്തേന ദ്വിജ പണ്ഡിതമാനിനാം ഭഗ്നായാം ഭവ്യയജ്ഞായാം തസ്മൈ വിദുര ചുക്രുധോ. ഇത് ഇങ്ങനെ തേ അവർ അഫത്കൃതാഹ നിന്ദിക്കപ്പെട്ടു, ധിക്കരിക്കപ്പെട്ടു. സൽക്കരിക്കുക എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് അഫത്കൃത. സൽക്കരിക്കുക എന്ന് വെച്ചാൽ ആദരിക്കുക, ബഹുമാനിക്കുക. അഫത്കൃതാഹ എന്ന് വെച്ചാൽ നിന്ദിക്കുക, ധിക്കരിക്കുക. തേന അവരാൽ, തേ ദ്വിജാഹ ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരായ ഋഷിപുങ്കവന്മാർ ആ വേനനാൽ ഇങ്ങനെ ധിക്കരിക്കപ്പെട്ടപ്പോൾ പണ്ഡിതമാനിന പണ്ഡിതമാനിയായ പണ്ഡിതൻ എന്ന ഭാവത്തോടു കൂടിയിരിക്കുന്നവൻ പണ്ഡിതമാനി ആയിരിക്കുന്ന തേന അവനാൽ ആ വേനൽ ഞാൻ സ്വയം പണ്ഡിതരാണെന്ന് അഭിമാനിക്കുന്നവനാണ്. പണ്ഡിതമുള്ളവൻ പാണ്ഡിത്യമുള്ളവനല്ല. അങ്ങനെ ആ വേനനാൽ ധിക്കരിക്കപ്പെട്ടപ്പോൾ ഭഗ്നായാം ഭവ്യയാജ്ഞായാം ഭവ്യമായ യാചനകളെല്ലാം ഭഗ്നമായപ്പോൾ, ഭവ്യം ഭാവിയിലുണ്ടാകേണ്ടത്, അഭിവൃദ്ധി ഉണ്ടാകേണ്ടത്, ഭവിക്കാൻ പോകുന്ന നല്ല കാര്യങ്ങൾ യാജ്ഞായാം ഉപദേശരൂപേണ യാചിച്ചു പറഞ്ഞു, അതൊക്കെ ഭഗ്നങ്ങളായി നശിച്ചുപോയി. ഒന്നും കേട്ട ഭാവം പോലുമില്ല. ഇങ്ങനെ ആയപ്പോൾ തസ്മൈ അവനോട് ഹേ വിദുര ചുക്രുധു കോപിച്ചു. ചുക്രുധു ക്രോധിച്ചു, കോപിച്ചു എന്ന് വിദുര സംബോധനയാണ്. ഹേ വിദുര തസ്മൈ ചുക്രുധു അവർ വേനന്റെ നേരെ കോപിച്ചു. തങ്ങൾ പറഞ്ഞ നല്ല കാര്യങ്ങളൊന്നും അശേഷം പോലും ചെവിക്കൊള്ളുന്നില്ല എന്ന് വന്നപ്പോൾ കോപിഷ്ഠരായി ആ മഹർഷമാണ്. ഇതിതേ അഫത്കൃതാസ്തേന ദ്വിജ പണ്ഡിതമാനിനാം
ഭഗ്നായാം ഭവ്യജ്ഞായാം തസ്മൈ വിദുര ചുക്രുധു. ഹേ വിദുര, പണ്ഡിതമാനിനാ തേന ഇതി അസത്കൃതാഹത്തെ ഭവ്യജ്ഞായാം ഭഗ്നായാം തസ്മൈ ചുക്രുധു. പണ്ഡിതമാനിനാം ഭഗ്നായാം ഭവ്യജ്ഞായാം തസ്മൈ വിദുര ചുക്രുധു. ഇതേ അസത്കൃതാസ്തേന ദ്വിജ പണ്ഡിതമാനിനാം ഭഗ്നായം ഭവ്യജ്ഞായം തസ്മൈ വിദുര ചുക്രുധു. ഹന്യതാം ഹന്യതാമേഷ പാപ പ്രകൃതിദാരുണ ജീവൻ ജഗദഫാവാശു കുരുതേ ഭസ്മധ്രുവം. കോപിച്ചു കഴിഞ്ഞപ്പോൾ അവരിൽ ചില മുനിമാർ ഉറക്ക വിളിച്ചു പറയുന്നത് കേൾക്കാം. എന്താണ്? ഹന്യതാം ഹന്യതാം ഏഷ, ഇവനെ കൊല്ലൂ കൊല്ലൂ എന്ന്. പാപഹ, ഇവൻ മഹാപാപിയാണ്. പ്രകൃതി ദാരുണ, സ്വഭാവം കൊണ്ട് തന്നെ ഭയങ്കരന്, ദാരുണനാണ്. അങ്ങനെ പ്രകൃതി ഭയങ്കരനായ പാപിയായ ഇവനെ ഹന്യതാം ഹന്യതാം, കൊല്ലൂ കൊല്ലൂ എന്ന് ചിലർ വിളിച്ചു പറയുന്നു. ജീവൻ, ഇവൻ ജീവിച്ചിരുന്നാൽ ജഗത് അഫൗ ആശു കുരുതി. ജഗത് അഫാവാശു, ജഗത് അഫൗ ആശു കുടിച്ചുമ്പോൾ ജഗത് അഫാവാശു. അഫൗ എന്ന് വെച്ചാൽ ഇവൻ എന്നർത്ഥം. അഫൗ ജീവൻ, ഇവൻ ജീവിച്ചിരുന്നാൽ ജഗത് ലോകത്തെ ആശു പെട്ടെന്ന് കുരുതേ ചെയ്യുന്നു. ഭസ്മഫാദ്, ലോകം മുഴുവൻ ഭസ്മമാക്കി ചെയ്യും ഇവൻ. ധ്രുവം നിശ്ചയമാണ്, ധ്രുവംസ നിശ്ചയം. ഇവൻ ജീവിച്ചിരുന്നാൽ ക്ഷണം കൊണ്ട് ലോകത്തെ മുഴുവൻ ഭസ്മമാക്കി മാറ്റും. ഒരു നിമിഷം പോലും ഇവൻ ജീവിച്ചിരിക്കാൻ യോഗ്യതയില്ല. ഹന്യതാം ഹന്യതാമേഷ പാപ, അവനെ കൊല്ലൂ കൊല്ലൂ എന്ന് വിളിച്ചോളൂ. ഹന്യതാം ഹന്യതാമേഷ പാപപ്രകൃതിദാരുണാം ജീവൻ ജഗദഫാവാശുരുതേ ഭസ്മഫധ്രുവം. പ്രകൃതിദാരുണ പാപ ഏഷ ഹന്യതാം ഹന്യതാം. അഫൗ ജീവൻ ജഗത് ആശു ഭസ്മഫധ്രുതേ ധ്രുവം. ഹന്യതാം ഹന്യതാമേഷ പാപപ്രകൃതിദാരുണാം ജീവൻ ജഗദഫാവാശു കുരുതേ ഭസ്മഫധ്രുവം. ഹന്യതാം ഹന്യതാമേഷ പാപപ്രകൃതിദാരുണാം ജീവൻ ജഗദഫാവാശു കുരുതേ ഭസ്മഫധ്രുവം. ആയമർഹത്യ ഫദ്വൃത്തോ നരദേവവരാഫനം യോധിയജ്ഞപതിം വിഷ്ണു വിനിന്ദത്യനപത്രപാം. നായം അർഹതി അഫദ്വൃത്ത. ഫദ്വൃത്തൻ നല്ല പ്രവൃത്തി ചെയ്യുന്നവൻ, അഫദ്വൃത്തൻ നല്ല പ്രവൃത്തി ചെയ്യാത്തവൻ, ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവൻ. അഫദ്വൃത്ത അയം ന അർഹതി, അഫദ്വൃത്തനായ ഇവൻ അർഹിക്കുന്നില്ല. എന്തിന്? നരദേവപരാഫനം, രാജാവിന്റെ ഉത്കൃഷ്ടമായ സിംഹാസനത്തിൽ ഇരിക്കാൻ ഇവന് യോഗ്യതയില്ല. നരദേവൻ രാജാവ്, വരാസനം ഉത്കൃഷ്ടമായ ആസനം കസേര. സിംഹാസനത്തിൽ ഇരിക്കാൻ ഇവൻ, ഈ ദുർവ്വത്തൻ ഒരിക്കലും യോഗ്യനല്ല. യഹ, യാതൊരാളാണോ അധിയജ്ഞപതിം വിഷ്ണു, യജ്ഞങ്ങളിലെയൊക്കെ പതിയായ വിഷ്ണുവിനെ വിനിന്ദതി അനപത്രപ, വിനിന്ദത്യനപത്രപ, വിനിന്ദതി നിന്ദിക്കുന്നു, അനപത്രപ ലജ്ജയില്ലാതെ. ത്രപ ലജ്ജ, അനപത്രപ ലജ്ജയില്ലാതെ. ലജ്ജയില്ലാത്തവനായിട്ട് ഇവൻ വിഷ്ണു വിനിന്ദതി, വിഷ്ണുവിനെ നിന്ദിക്കുന്നു. എല്ലാ യജ്ഞങ്ങളുടെയും പതിയായ വിഷ്ണുവിനെ ഈ ഉത്കൃഷ്ടമായ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ഇവൻ നിന്ദിക്കുന്നു. അഫദ്വൃത്തനാണ്, ഈ പീഠത്തിൽ ഇരിക്കാൻ ഇയാൾക്ക് ഒട്ടും അർഹതയില്ല. ഹന്യതാം ഹന്യതാമേഷ എന്ന് ഓരോരോ മഹർഷിമാർ, ഒത്തിരി പേരുണ്ട്, കൂടിയാലോചിക്കാൻ നിന്നില്ല. കോപം വന്നപ്പോൾ ഓരോരുത്തർ വിളിച്ചു പറഞ്ഞു, ഇനി ഇവനെ കൊല്ലുകയല്ലാതെ വഴിയില്ല. ഇവൻ ജീവിച്ചത് ലോകത്തിൽ മുഴുവൻ അപകടമാണ്.
എന്ന് മാത്രമല്ല വിഷ്ണു ഭഗവാനെ പോലും നിന്ദിക്കുന്നവനാണ് ഇവൻ. ഇവനെ വെച്ചേക്കാൻ പാടില്ല. നായമർഹത്യഫദ്വൃത്തോ നരദേവവരാസനം യോധിയജ്ഞപതിം വിഷ്ണും വിനിന്ദത്യനപത്രപാം. യഹ അധിയജ്ഞപതി വിഷ്ണും അനപത്രപഃ വിനിന്ദതി അഫദ്വൃത്തഃ അയം നരദേവവരാസനം ന അർഹതി. നായമർഹത്യഫദ്വൃത്തോ നരദേവവരാസനം യോധിയജ്ഞപതിം വിഷ്ണും വിനിന്ദത്യനപത്രപാം. നായമർഹത്യഫദ്വൃത്തോ നരദേവവരാസനം യോധിയജ്ഞപതിം വിഷ്ണും വിനിന്ദത്യനപത്രപാം. കോ വൈനം പരിചക്ഷീത വേനമേകമൃതേ ശുഭം പ്രാപ്തമീതിശമൈശ്വര്യം യദനുഗ്രഹഭാജനാം. കോ ആരാണ്, വാ ഏനം ആരാവട്ടെ ഇവനെ, പരിചക്ഷീത ആരാകട്ടെ യാതൊരുവനാണോ, പരിചക്ഷീത നിന്ദിക്കാതെ, പരിചക്ഷീത വേനം ഏകം ഋതേ അശുഭം. വേനമേകമൃതേ ശുഭം. വേനം ഏകം ഋതേ എന്നാണ്, അവിടെ മൃതേ എന്നല്ല, വാക്കില്ല. അത് പദച്ഛേദം ചെയ്ത് ഏകം കഴിഞ്ഞാൽ പിന്നെ അനുസ്വാരം പോയാൽ പിന്നെ റൂ മാത്രമേ ഉള്ളൂ. വേനം ഏകം ഋതേ അശുഭം. ഋതേ എന്ന് വെച്ചാൽ കൂടാതെ എന്ന്. വേനം ഏകം ഋതേ, ഈ ഒരു വേനനെ കൂടാതെ, ക്ലാസ്സിലാണല്ലോ, വേനം ഏകം ഋതേ, ഏകനായ ഇവനെ കൂടാതെ ആരെയാണ് നിന്ദിക്കേണ്ടത്? കോ ആ പരിചക്ഷീത, ലോകത്തെ നിന്ദിക്കേണ്ടത് ഇവനെ മാത്രമേ ഉള്ളൂ. പ്രാപ്തം ഈദൃശം ഐശ്വര്യം യദനുഗ്രഹഭാജന. ഈദൃശം ഐശ്വര്യം പ്രാപ്തം, ഇങ്ങനെയുള്ള ഐശ്വര്യത്തെ പ്രാപിച്ചവനായ, അശുഭം അശുഭനായ, യത് അനുഗ്രഹഭാജന യാതൊരുവന്റെ അനുഗ്രഹത്തിന് പാത്രമായിട്ട് ഇപ്രകാരമുള്ള ഐശ്വര്യം ഇയാൾക്കുണ്ടായോ, ആ വേനനെ, ശുഭാചാരങ്ങളില്ലാത്ത ആ വേനനെ, അവനെ അല്ലാതെ മറ്റേ ആരെയാണ് ഇനി നിന്ദിക്കേണ്ടത്? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത്രയും ഐശ്വര്യം ഈ വേനനുണ്ടായത്. ആ ഭഗവാനെ തന്നെ നിന്ദിക്കാൻ ഇയാൾ. പാപസ്വരൂപിയായ വേനൻ ഒരാളല്ലാതെ ലോകത്തിൽ ആരെങ്കിലും തന്നെ രക്ഷിച്ച് രക്ഷിതാവായ ഒരാളെ നിന്ദിക്കൂ? അത് ഈ വേനല്ലാന്ന് വെച്ചാൽ ആർക്കും പറ്റില്ല. കോ വൈനം പരിചക്ഷീതാവേനമേകമൃതേ ശുഭം പ്രാപ്തമീദൃശമൈശ്വര്യം യദനുഗ്രഹഭാജനാം. യത് അനുഗ്രഹഭാജനഃ ഈദൃശം ഐശ്വര്യം പ്രാപ്തം ഏനം അശുഭം വേനം ഏകം ഋതേ കോ വാ പരിചക്ഷീത. കോ വൈനം പരിചക്ഷീതാവേനമേകമൃതേ ശുഭം പ്രാപ്തമീദൃശമൈശ്വര്യം യദനുഗ്രഹഭാജനാം. കോ വൈനം പരിചക്ഷീതാം വേനമേകമൃതേ ശുഭം പ്രാപ്തമീദൃശമൈശ്വര്യം യദനുഗ്രഹഭാജനാം. ഇത്തം വ്യവസിതാഹന്തും ഋഷയോരൂഢമന്യവാം നിജഘ്നോ പുംകൃതൈർവേനം ഹതമച്യുതന്തയാ. ഇത്തം വ്യവസിതാഹ, ഇങ്ങനെ നിശ്ചയിച്ചു, വ്യവസിതാഹ നിശ്ചയിച്ചത് ആയ ആ മഹർഷിമാർ, ഹന്തും
കൊല്ലുന്നതിന് വേണ്ടി നിശ്ചയിച്ചു. 3 മഹർഷിമാരെ സമൂഹത്തിന് വിളിച്ചു പറഞ്ഞ് ഇവനെ കൊന്നേക്കാനാണ്. ഭൂരിപക്ഷം മാനിച്ചിട്ട് കൊല്ലാം എന്ന് തന്നെ തീരുമാനിച്ചു. ഋഷിമാർ രൂഢമന്യവ ഋഷയ, വർദ്ധിച്ച കോപമുള്ളവരായ ഋഷിമാർ. രൂഢം ച വർദ്ധിച്ചത്. മഞ്ഞു കോപം, മഞ്ഞവ ബഹുവചനാണ്. രൂഢമന്യവ വർദ്ധിച്ച കോപമുള്ളവരായ ഋഷയ ഋഷിമാർ. ഇത്തം ഹന്തും വ്യവസിത, ഇങ്ങനെ അവനെ കൊല്ലാൻ തന്നെ നിശ്ചയിച്ചു. നിശ്ചയിച്ചു മാത്രമല്ല, നിജഘ്നുഹു കൊന്നുകളഞ്ഞു. എങ്ങനെ? പുങ്കൃതൈഹി, ഒന്നുമില്ല, പുങ്കാരം കൊണ്ട് കൊല്ലാം. ഋഷിമാരുടെ ഒരു കഴിവത. പും എന്ന് ഉറക്കെ പറഞ്ഞാൽ മതി. ആ ഉച്ഛ്വാസത്തിന്റെ ഗതി കൊണ്ട് ഒരു ജീവനെ ഇല്ലായ്മ ചെയ്യാൻ ഋഷിമാർക്ക് കഴിയും. അതിനെയാണ് ശാപം എന്നൊക്കെ തന്നെ പറയുക. വാക്കുകൊണ്ടാണ് നിഗ്രഹിക്കുന്നത്. ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് അഗ്നിക്കിരയാകട്ടെ എന്ന് ശപിച്ചാൽ ആ വാക്ക് അതേപോലെ ഫലിച്ച് സന്ധ്യയ്ക്ക് മുമ്പ് അഗ്നി കത്തി അവൻ നശിക്കും. ഇതാണ് ഹുങ്കാരം. ഇങ്ങനെയുള്ള ഹുങ്കാരം കൊണ്ട് വേനം നിജഘ്നുഹു, വേനനെ കൊന്നുകളഞ്ഞു. നിജഘ്നുഹു കൊന്നു. എങ്ങനെ? ഹതം അച്യുത നിന്ദയാ, അച്യുത നിന്ദ കൊണ്ട് അവൻ നശിച്ചവനാണ്. ഇനിയും കൊല്ലാൻ എളുപ്പമാണ്. ആരൊക്കെ അച്യുതനെ നിന്ദിക്കുന്നോ അവർ സ്വയം നശിക്കുന്നവരാണ്. അങ്ങനെയുള്ള പിന്നെ കൊല്ലാൻ വളരെ എളുപ്പമല്ലേ ഞങ്ങൾ വിചാരിച്ചത്. അച്യുത നിന്ദ കൊണ്ട് തന്നെ ഹതനായ അവനെ ഹുങ്കാരം കൊണ്ട് കൊല്ലാൻ വളരെ എളുപ്പമാണ്. വേനെ കൊല്ലാൻ ഒരു വിഷമം ഉണ്ടായില്ല. കാരണം ഭഗവൻ നിന്ദ ആര് ചെയ്യുന്നുവോ അവർ മുക്കാലും കൊല്ലപ്പെട്ടവരാണ്. ജീവിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവരെ പിന്നെ കൊല്ലാൻ വളരെ എളുപ്പമാണ്. ഇത്തം വ്യഭിതാഹദ്ദം ഋഷയോരൂഢമന്യവാം നിജഘ്നുർഹുങ്കൃതൈർവേനം ഹതമച്യുതന്തയാം. ഇത്തം ഹന്തും വ്യവസിതാഹ രൂഢമന്യവഃ ഋഷയഃ അച്യുതനിന്ദയാ ഹതം വേനം പുങ്കൃതൈഹി നിജഘ്നുഃ. ഇത്തം വ്യവസിതാ ഹന്തും ഋഷയോരൂഢമന്യവാം നിജഘ്നുർഹുങ്കൃതൈർവേനം ഹതമച്യുതനിന്ദയാം. ഇത്തം വ്യവസിതാ ഹന്തും ക്ഷയോരൂഢമന്യവാം നിജഘ്നുർഹുങ്കൃതൈർവേനം ഹതമച്യുതനിന്ദയാം. ഋഷിഭിശ്വാശ്രമപദം ഗതേ പുത്രകളേബരം പുനീതാ പാലയാമാസാ വിദ്യായോഗേന ശോചതി. ഋഷിഭിഹി, ഋഷിമാരാൽ, സ്വാശ്രമപദം ഗതേ, സ്വന്തം ആശ്രമപദത്തിൽ എത്തിയിട്ട് ആശ്രമസ്ഥാനത്തിലേക്ക് ഋഷിമാർ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ശോചതി പുനീത, മകന്റെ നാശത്തിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന പുനീത വിദ്യായോഗേന, മന്ത്രയോഗം കൊണ്ട്, ഇവിടെ വിദ്യയ്ക്ക് മന്ത്രനാർത്ഥം, മന്ത്രയോഗം കൊണ്ട് പുത്രകളേബരം പാലയാമാസ, പുത്രന്റെ ശരീരത്തെ രക്ഷിച്ചു. ശാവാഗ്നിയിൽ പുങ്കാരം കൊണ്ട് ശപിച്ചിട്ട് മഹർഷിമാർ ആശ്രമങ്ങളിലേക്ക് വരും. അവര് പോയി കഴിഞ്ഞപ്പോഴാണ് പുത്രന്റെ ശവശരീരം ഒരു പിടി ചാരമായി മാത്രം അവിടെ കിടപ്പുണ്ട്. എല്ലും തോലും എല്ലൊക്കെ കഴിഞ്ഞു. ഇത് കണ്ട് ദുഃഖിച്ചതായ അമ്മ ഇത് ഈശ്വരേച്ഛ തന്നെയാണ് എന്നുറപ്പിച്ചിട്ട് മന്ത്രപൂർവകമായ ഔഷധപ്രയോഗം കൊണ്ട് പുത്രന്റെ ശരീരത്തെ സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഇനി വരാൻ പോകുന്ന പൃഥുവിന്റെ അവതാര സൂചകമാണ് ഈ ശരീരം. അതുകൊണ്ട് ഇനി നശിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മരുന്ന് തളിച്ച് മന്ത്രം ചൊല്ലി ആ
ജീവൻ നഷ്ടപ്പെട്ട ശരീരത്തിന്റെ അംശത്തെ, എല്ലുകളെ അങ്ങനെ സംരക്ഷിച്ച് നശിപ്പിക്കാതെ സൂക്ഷിച്ചു നിലനിർത്തി ശ്രീധൻ. ഋഷിഭിസ്വസ്ത്രം പദം ഗതേ പുത്രകളേവരം സുനീതാപാലയാമാഫ വിദ്യായോഗേന ശോചതി. ഋഷിഭിः ശ്വാസമപദം ഗതേ സതി ശോചതി സുനീതാം വിദ്യായോഗേന പുത്രകളേവരം പാലയാമാഫ. ഋഷിഭിസ്വസ്ത്രമപദം ഗതേ പുത്രകളേവരം സുനീതാ പാലയാമാഫ വിദ്യായോഗേന ശോചതി. ഋഷിഭിസ്വസ്ത്രമപദം ഗതേ പുത്രകളേവരം സുനീതാ പാലയാമാഫ വിദ്യായോഗേന ശോചതി. ഏകദാ മുനയസ്തേതു ഫരസ്വത് ഫലിലപ്രദാഹം ഉക്ത്വാഗ്നീൻ സത്കഥാശ്ചക്രുഃ ഉപവിഷ്ടാ ഫരിത്തലേ. ഏകദാ തേ മുനേഹ തു, ഒരിക്കൽ ആ മുനിമാരാകട്ടെ, ഏകദാ ഒരിക്കൽ, തേ മുനേഹ ആ മുനിമാർ, തു ആകട്ടെ, സരസ്വത് ഫലില ആപ്ലുതാഹ സരസ്വതിയുടെ വെള്ളത്തിൽ മുങ്ങിയിട്ട്, സരസ്വത് ഫലില ആപ്ലുതാഹ സരസ്വതി നദിയുടെ വെള്ളത്തിൽ മുങ്ങിയിട്ട്, കുത്വ അഗ്നീൻ അഗ്നികളെ ഹോമിച്ച്, അഗ്നികളിലേക്ക് ഹോമം ചെയ്തിട്ട്, സത്കഥാഹ ചക്രു സത്കഥകൾ പറഞ്ഞു, ഈശ്വര കഥകളെ പറഞ്ഞുകൊണ്ടേ, ഉപവിഷ്ടാഹ സരിത്തടെ സരസ്വതി നദിയുടെ തീരത്ത് അവരിരുന്നു ഈശ്വര കഥകളെ കീർത്തിച്ചുകൊണ്ട്, യജ്ഞങ്ങൾ ചെയ്തുകൊണ്ട്, ഭൃഗുവാദികരായ മുനിമാർ സരസ്വതിയിൽ സ്നാനം ചെയ്ത് യജ്ഞം ചെയ്ത് ഭഗവത് കഥകൾ പാടിക്കൊണ്ട് അവിടെ ഇരുന്നു. ഏകദാ മുനയസ്തേതു സരസ്വത് സലിലാപ്ലുതാ കുത്വാഗ്നിൻ സത്കഥാശ്ചക്രു ഉപവിഷ്ടാ സരിത്തടേ. തേ മുനേഹ തു ഏകദാ സരസ്വത് സലിലാപ്ലുതാഃ സരിത്തടേ അഗ്നിൻ കുത്വാ ഉപവിഷ്ടാഃ സത്കഥാഃ ചക്രു. ഏകദാ മുനയസ്തേതു സരസ്വത് സലിലാപ്ലുതാം കുത്വാഗ്നിൻ സത്കഥാശ്ചക്രു ഉപവിഷ്ടാ സരിത്തടേ. ഏകദാ മുനയസ്തേതു സരസ്വത് സലിലപ്ലുതാ കുത്വാഗ്നിൻ സത്കഥാശ്ചക്രു ഉപവിഷ്ടാ സരിത്തടേ. വീക്ഷ്യുത്ഥിതാൻ മഹോത്പാദാൻ ആഹുർലോകഭയങ്കരാൻ അപ്യഭദ്രമനാഥായാം ദസ്യുഭ്യോ ന ഭവേത് ഭുവഃ. വീക്ഷ്യ നോക്കിയിട്ട് കണ്ടിട്ട്, ഉത്ഥിതാൻ മഹോത്പാദാൻ ഉയരുന്നു വരുന്ന മഹത്തായ ഉത്പാദങ്ങൾ, ഉത്പാദങ്ങൾ ദുർലക്ഷണങ്ങൾ, ദുഷഗുണങ്ങളാണ്. ഉത്ഥിതാൻ മഹ ഉത്പാദാൻ ആഹുർ ലോകഭയങ്കരാൻ ലോകത്തിനു ഭയമുണ്ടാക്കുന്ന ഈ ദോഷലക്ഷണങ്ങളെ കണ്ടിട്ട് ആഹു അവർ പറഞ്ഞു, അപി അഭദ്രം അനാഥായ അപ്യഭദ്രമനാഥായ. അനാഥയായിരിക്കുന്ന ഭുവഃ ഭൂമിക്ക്, അപി അഭദ്രം ന ഭവേത് അമംഗളം ഭവിക്കാതിരിക്കട്ടെ എന്നവർ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ലോകത്തിൽ മഹാദോഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഭൂകമ്പം ഉണ്ടാകും, ഉൽക്ക വീഴും, പകർച്ചവ്യാധികൾ വരും, അതിവൃഷ്ടി ഉണ്ടാകും, അനാവൃഷ്ടി ഉണ്ടാകും എന്നിങ്ങനെ പലതരത്തിൽ ദൈവികമായ ദുഃഖങ്ങൾ, ആതിദൈവിക ദുഃഖങ്ങൾ ഉണ്ടാകും. അതിന്റെ ലക്ഷണങ്ങൾ ഋഷിമാർക്ക് കാണാം.
അത് കണ്ടിട്ട് ലോകത്തെ രക്ഷിക്കണം ഈ വലിയ വിപത്തിൽ നിന്നും എന്ന് വിചാരിച്ച് രാജാവില്ലാത്തത് കൊണ്ട് രാജ്യം അനാഥമാണ്. അതുകൊണ്ട് ഭൂമിദേവിയും അനാഥയാണ്. ഭൂമിദേവിയുടെ പതിയാണ്, ഭർത്താവാണ് രാജാവ്, ഭൂപതിയാണ്. പക്ഷെ ഇവിടെ രാജാവില്ലാത്തതുകൊണ്ട് ഇവൾ അനാഥയായി, ഭൂമി. അപ്പോൾ ഭൂമിയെ കൊള്ളക്കാരും വഞ്ചകന്മാരും നിന്ദകന്മാരും ഒക്കെ ഉപദ്രവിക്കാനും കൊള്ളയടിക്കാനും ഒക്കെ ആരംഭിച്ചു. ഇതുണ്ടാവാതിരിക്കട്ടെ എന്ന് ഇവർ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. കുഷ്മാണ് അഭദ്രമനാഥായ ദഫ്യുഭ്യ, കള്ളന്മാരിൽ നിന്ന്, ദഫ്യുക്കൾ കള്ളന്മാർ, മോഷ്ടാക്കൾ, അവരിൽ നിന്നും ന ഭവേത്, ഉണ്ടാവരുത്. ഉണ്ടാവരുത്. അഭദ്രം, ഭദ്രം മംഗളം, അഭദ്രം അമംഗളം ഉണ്ടാവാതിരിക്കട്ടെ. ഭൂമിക്ക് കള്ളന്മാരിൽ നിന്ന്, അനാഥയായ ഭൂമിക്ക്, ഭർത്താവില്ലാത്ത ഭൂമിക്ക്, നാഥനില്ലാത്ത ഭൂമിക്ക് മറ്റുള്ള കള്ളന്മാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാവാതിരിക്കട്ടെ എന്നിവർ മനസ്സുകൊണ്ട് പ്രവർത്തിച്ചു. ക്ഷുമാണ് വീക്ഷുദ്ധിതാൻ മഹോത്പാദാൻ ആഹുർലോകഭയങ്കരാൻ അഭദ്രമനാഥായ ദഫ്യുഭ്യോ ന ഭവേദ്ഭുവാൻ. ലോകഭയങ്കരാൻ മഹോത്പാദാൻ ഉദ്ധിതാൻ വീക്ഷ്യ അനാഥായാഃ ഭുവഃ ദഫ്യുഭ്യഃ അഭദ്രം ന ഭവേത് അപി ആഹു. വീക്ഷ്യോത്ഥിതാൻ മഹോത്പാദാൻ ആഹുർലോകഭയങ്കരാൻ അപ്യഭദ്രമനാഥായ ദഫ്യുഭ്യോ ന ഭവേത് ഭുവാം. വീക്ഷ്യോത്ഥിതാൻ മഹോത്പാദാൻ ആഹുർലോകഭയങ്കരാൻ അപ്യഭദ്രമനാഥായ ദഫ്യുഭ്യോ ന ഭവേത് ഭുവാം. വീക്ഷ്യോത്ഥിതാൻ മഹോത്പാദാൻ ആഹുർലോകഭയങ്കരാൻ അപ്യഭദ്രമനാഥായ ദഫ്യുഭ്യോ ന ഭവേത് ഭുവാം. ഏവം മൃശന്ത ഋഷയോ ധാവതം സർവതോ ദിശം പാംസു സമുദ്ധിതോ ഭൂയിശ്ചോരാണാം അഭിലുംപതാം. ഏവം മൃശന്ത, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട്, മൃശന്ത ചിന്തിച്ചുകൊണ്ട്, വിമർശന്ത വിമർശിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ഉപസർഗം ചേർന്നപ്പോഴാണ് മറ്റുള്ളവരെ മലയാള ഭാഷയിൽ വിമർശിക്കുക എന്നുള്ള അർത്ഥത്തിലേക്ക് വന്നത്. ഏവം മൃശന്ത ഋഷേഹ, ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഋഷിമാർ ഫറോദോദിശം ധാവതാം, എല്ലാ ദിക്കിലേക്കും ഓടി നടക്കുന്ന പാംസു സമുദ്ധിതും, പൊടിപടലങ്ങൾ ഉയർന്നു വരും. ഭൂരിഹി ചോരാണാം അഭിലുംപത, ധാരാളം കള്ളന്മാരുടെ കൊള്ളയടി കൊണ്ട്, അഭിലുംഭതാം പാംസുഹു സമുദ്ധിത, ധാരാളം കൊള്ളക്കാർ ഓടി ഓടി നടന്ന് വീടുകളും സ്ഥാപനങ്ങളും കൊള്ളയടിച്ചപ്പോൾ അവരുടെ ഓട്ടത്തിൽ നിന്നായ പൊടിപടലങ്ങൾ എല്ലാ ദിക്കിലേക്കും നിറഞ്ഞു വ്യാപരിച്ചു വന്നു. അനർത്ഥങ്ങളുടെ തുടക്കങ്ങളായി. രാജാവില്ല, ഈശ്വരനിന്ദ ചെയ്തു. ഇത് രണ്ടും. ഏവം മൃശന്തർഷയോ ധാവതം സർവതോ ദിശം പാംസു സമുദ്ധിതോ ഭൂയിശ്ചോരാണാം അഭിലുംപതാം. ഋഷയഃ ഏവം മൃശന്തഃ അഭിലുംപതാം ധാവതാം ചോരാണാം പാംസുഃ ഭൂരിഃ സർവതോ ദിശം സമുദ്ധിതഃ. ഏവം മൃശന്തർഷയോ ധാവതാം സർവതോ ദിശം പാംസു സമുദ്ധിതോ ഭൂയിശ്ചോരാണാം അഭിലുംപതാം. ഏവം മൃശന്തർഷയോ ധാവതാം സർവതോ ദിശം പാംസു സമുദ്ധിതോ ഭൂയിശ്ചോരാണാം അഭിലുംപതാം. തദുപദ്രവമാജ്ഞായാം
ലോകസ്യ വഫുലുംപതാം ഭർത്തര്യുപരതേ തസ്മിൻ അന്യോന്യം ച ജിഘംസതാം ചോരപ്രായം ജനപദം ഹീനസത്വമരാജകം ലോകാൻ നാവാരയൻ ശക്ത അപി തദ്ദോഷദർശിനാൻ. തത് ഉപദ്രവം ആജ്ഞായ. ഈ ഉപദ്രവം അറിഞ്ഞിട്ട് ലോകസ്യ ലോകത്തിന്റെ വരാൻ പോകുന്ന ഉപദ്രവം എന്നിട്ട് വഫു ലുംപത വഫുക്കൾ ധനങ്ങൾ ലോപിച്ചുപോയ ലുംപത ലോപിച്ചുപോയ കൊള്ളയടിച്ചും കവർച്ച ചെയ്തും ലോകത്തുള്ളവരുടെ ധനം മോഷ്ടിച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണെന്നും തതുപദ്രവം ആജ്ഞായ ലോകസ്യ വഫു ലുംപത ഭർത്തരി ഉപരതേ രാജാവ് നശിച്ചപ്പോൾ. ഭർത്തരി എന്നുള്ളത് ഭർത്താവ്, രാജാവ് എന്നുള്ള അർത്ഥത്തിലാണ് ധരിക്കുന്നവൻ. ഉപരതേ മരിച്ചപ്പോൾ. ഭർത്തരി ഉപരതേ ഭർത്തര്യുപരതേ രാജാവ് ഉപരതി പ്രാപിച്ചപ്പോൾ തസ്മിൻ അവിടെ അന്യോന്യം ച ജിഘംസത ഈ കള്ളന്മാരും തമ്മിൽ പരസ്പരം കൊല്ലാൻ ആഗ്രഹിച്ചവരായി. ഒരു കള്ളന് മറ്റൊരു കള്ളനെ കൊന്നതായത്. എനിക്ക് മാത്രമേ മോഷ്ടിക്കാവൂ, മറ്റേ ആരും ഇവിടെ മോഷ്ടിക്കില്ല. ഇങ്ങനെ പരസ്പരം കൊല്ലാൻ ആഗ്രഹിച്ചവരായ അവരെ ചോരപ്രായം ജനപദം നഗരങ്ങളൊക്കെ മിക്കവാറും കള്ളന്മാരെ കൊണ്ട് നടക്കും. ഹീനസത്വമരാജകം സത്വഗുണം അല്പം പോലുമില്ല. ഹീനസത്വമാണ്, അരാജകമാണ്, രാജാവില്ലാത്ത അവസ്ഥയാണ്. ലോകാന്നാവാരേൻ ശക്താഹം ലോകാൻ ലോകങ്ങളെ ലോകത്തിലുള്ള ജനങ്ങളെ അവാരയൻ തടയുന്നതിന് നശക്താഹ ശക്തി ഉണ്ടായില്ല. അപി തദ്ദോഷദർശിന അവരുടെ ദോഷം കണ്ടിട്ടും അവരെ അതിൽ നിന്ന് തടയാൻ ജനങ്ങൾക്ക് സാധിച്ചില്ല. അത്രയ്ക്ക് അരാജകത്വമായി ദുഷ്ടന്മാർ വിളയാടുന്നുണ്ട്. ആർക്കും അവരെ ഒന്നും ചെയ്യാനില്ല. ലോകം അരാജകമായി, മര്യാദയില്ലാതെയായി. ധനം രക്ഷിക്കാൻ ധൈര്യമുള്ളവർ കുറഞ്ഞു വന്നു. അതുകൊണ്ട് മര്യാദ അതിക്രമിച്ച് നടക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുവാൻ ശക്തരാണെങ്കിലും പലരും അത് ചെയ്തില്ല. വേണ്ട വിധ ശിക്ഷ നടന്നിട്ടില്ല. അത് കലിയുഗത്തിന്റെ വൈഭവമാണ്. തങ്ങൾ രാജാക്കന്മാരാണെങ്കിലും തങ്ങളുടെ കർത്തവ്യം വേണ്ട പോലെ ചെയ്യുന്നില്ല. ആരുണ്ട് തന്നോട് ചോദിക്കാൻ? ഞാൻ ഇത്ര ചെയ്യുന്നുള്ളൂ. രാജധർമ്മങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല, പഠിക്കുന്നില്ല, അറിയുന്നില്ല, ആചരിക്കുന്നില്ല. അങ്ങനെയുള്ള ഞാന് ലോകപരിപാലനത്തിൽ ഏർപ്പെടുന്നത് സ്വധർമ്മം തെറ്റി നടക്കുന്ന രീതിയാണ്. അതുകൊണ്ട് ദുർജനങ്ങളെ ഹിംസിക്കുന്നതിൽ അവരായി ഏർപ്പെട്ടു. ധാരാളം അധർമ്മവൃത്തികളും ധാരാളം കൊലകളും സജ്ജനദ്രോഹവും ഇവിടെ അനുസൂതം നടക്കും. അത് കണ്ടാലും ആരും മൈൻഡ് ചെയ്യില്ല. എത്ര കാലം മുമ്പ് വ്യാസൻ പറഞ്ഞാണ് ഇന്നങ്ങനെ തന്നെയല്ലേ സംഭവം. എത്ര കോടതി ഉണ്ടായിട്ടുണ്ട്, എത്ര പോലീസ് ഉണ്ടായിട്ടുണ്ട്, എത്ര ശിക്ഷ കിട്ടിയാലെന്താ വിശേഷം? ഒരു അതിൽ നിന്നൊക്കെ മാറി. അത്രയ്ക്ക് ജനപദങ്ങൾ മുഴുവൻ കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞു. സത്വഗുണമില്ലാതായി, അരാജകമായി രാജ്യം. ഇവരെ തടയാൻ ആർക്കും ശക്തിയില്ലാത്തവരായിട്ട്, പരസ്പരം കൊല്ലുന്നവരായിട്ട്, മര്യാദ ഇല്ലാത്തവരായിട്ട് അരാജകമാക്കിയ രാജ്യത്ത് അവർ കൊടികുത്തുവാൻ അവരെ ആർക്കും തടയാൻ പറ്റില്ല. തതുപദ്രവമാജ്ഞായ ലോകസ്യ വഫുലുംപതാം ഭർത്തര്യുപരതേതസ്മിൻ അന്യോന്യം ച ജിഘംസതാം ചോരപ്രായം ജനപദം ഹീനസത്വമരാജകം ലോകാന്നാവാരയൻ ശക്ത അപി തദ്ദോഷദർശിന. തത് ഭർത്തരി തസ്മിൻ ഉപരതേ
ലോകസ്യ വസു ലുംബതാം അന്യോന്യം ജിഘാംസതാം ഉപദ്രവം ആജ്ഞായ ജനപദം ചോരപ്രായം ഹീനസത്വം അരാജകം ആജ്ഞായ ശക്താഃ അപി തദ്ദോഷദർശിനഃ ലോകാൻ ന അവാരയ തദുപദ്രവമാജ്ഞായ ലോകസ്യ വസുലിംപദാം ഭർത്തര്യുപരതേ തസ്മിന്നന്യോന്യം ച ജിഘാംസതാം ചോരപ്രായം ജനപദം ഹീനസത്വമരാജകം ലോകാന്നാവാരേന ശക്ത അപി തദ്ദോഷദർശിനാം തദുപദ്രവമാജ്ഞായ ലോകസ്യ വസുലുംപദാം ഭർത്തര്യുപരതേ തസ്മിൻ അന്യോന്യം ച ജിഘാംസതാം ചോരപ്രായം ജനപദം ഹീനസത്വമരാജകം ലോകാന്നാവാരേന ശക്ത അപി തദ്ദോഷദർശിനാം ബ്രാഹ്മണഃ സമദൃക്ഷാന്തോ ദീനാനാം സമുപേക്ഷകാം സ്രവതേ ബ്രഹ്മദസ്യാപി ഭിന്നഭാണ്ഡാത് പയോ യഥാ. ബ്രാഹ്മണഃ സമദൃക്, സമദൃക്കായ ബ്രാഹ്മണർ, എല്ലാത്തിനെയും ഒരുപോലെ കാണുന്നവരായ ബ്രാഹ്മണർ, ശാന്തരായിട്ട് ദീനാനാം സമുപേക്ഷകഃ, എല്ലാത്തിനെയും ഒരേപോലെ കാണുന്ന ശാന്തരായ ബ്രാഹ്മണർ ദുഃഖിതന്മാരുടെ നേരെ ഉപേക്ഷ കാണിക്കുകയാണെങ്കിൽ സമുപേക്ഷകഃ, ബ്രാഹ്മണർ സജ്ജനങ്ങളെ ദീനാനാം സമുപേക്ഷകഃ, ദുഃഖിതന്മാരെ ഉപേക്ഷിക്കുന്നവനായിട്ട് തീർന്നാൽ തസ്യാപി ബ്രഹ്മ, അവന്റെ ബ്രഹ്മ തേജസ് സ്രവതേ ഒഴിയും. സ്രവതേ ബ്രഹ്മ തസ്യാപി ഭിന്നഭാണ്ഡാത് പയോയത, കിഴിഞ്ഞ പാത്രത്തിൽ നിന്ന് വെള്ളം ചോരുന്ന പോലെ. ഭിന്ന ഭാണ്ഡാത്, ഭാണ്ഡം പാത്രം, ഭിന്നം കിഴുത്ത വീണ, കിഴുത്തയുള്ള പാത്രത്തിൽ നിന്നും വെള്ളം എങ്ങനെ ചോർന്നു പോകുന്നുവോ അതുപോലെ ഈ ബ്രാഹ്മണരിൽ നിന്നും വേദവും സത്യവും ധർമ്മവും ഒക്കെ ചോർന്നു പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് രാജ്യം അരാജകമാകാൻ പാടില്ല. രക്ഷിക്കാൻ ആളില്ലെന്ന് വന്നാൽ ആരും എന്തും ചെയ്യുന്നവരാകും. അതുകൊണ്ട് ഇതിൽ നിന്നും അവരെ ആരും പിൻവലിച്ചില്ല, ബ്രാഹ്മണര് പോലും പിൻവലിച്ചില്ല. അവരുടെ ആലോചന, ഞങ്ങൾ വർണ്ണവിഭാഗത്തിൽപ്പെട്ട ഉത്തമന്മാരാണ്, എങ്ങും വ്യാപരിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് ബ്രഹ്മം, അതെല്ലാറ്റിലും കാണുന്നുണ്ട്, അത് ഞങ്ങൾ ക്രിയ കൊണ്ട് അനുഷ്ഠിക്കുന്നവരാണ്, ഒരു വിഷയത്തിലും ആസക്തിയില്ലാതെ ശാന്തരായ ഞങ്ങൾ സൽസ്വഭാവികളാണ്, ഇത്രയും ഗുണമുള്ളവർ ദുഃഖിതന്മാരുടെ ദുഃഖനിവൃത്തി വരുത്താൻ ഉദാസീനനായാൽ അവന്റെ ബ്രഹ്മതേജസ് പാത്രത്തിൽ, കിഴുത്തയുള്ള പാത്രത്തിൽ വെള്ളം ഒഴുകി പോകുന്ന പോലെ പോയിട്ടുണ്ട്. ബ്രാഹ്മണന്റെ കർത്തവ്യം തന്നെയും മറ്റുള്ളവരെയും രക്ഷിക്കലാണ്. ആരെങ്കിലും ലോകത്തെ ഉപദ്രവിക്കുന്ന കണ്ടാൽ അവരെ ഉപദേശിച്ച് മാറ്റിയെടുക്കുന്ന കടമ ബ്രാഹ്മണനുണ്ട്. ഇത് അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല, അവരൊന്നും മിണ്ടിയില്ല, കണ്ണടച്ചിരുന്നു. ഇതൊക്കെ ഉള്ളത് ബ്രാഹ്മണ സമദൃക്ഷാന്തോ ദീനാനാം സമുപേക്ഷകാം സ്രവതേ ബ്രഹ്മതസ്യാപി ഭിന്നഭാണ്ഡാത് പയോ യഥാ. സമദൃക്ഷാന്തഃ ബ്രാഹ്മണഃ ദീനാനാം ഉപേക്ഷകഃ യദി തസ്യ അപി ബ്രഹ്മ ഭിന്നഭാണ്ഡാത് പയഃ യഥാ സ്രവതേ. ബ്രാഹ്മണ സമദൃക്ഷാന്തോ ദീനാനാം സമുപേക്ഷകാം സ്രവതേ ബ്രഹ്മതസ്യാപി ഭിന്നഭാണ്ഡാത് പയോ യഥാ. ബ്രാഹ്മണ സമദൃക്ഷാന്തോ ദീനാനാം സമുപേക്ഷകാം സ്രവതേ ബ്രഹ്മതസ്യാപി ഭിന്നഭാണ്ഡാത് പയോ യഥാ. നാംഗസ്യ വംശോ രാജർഷേ ഏഷ സംസ്ഥാതുമർഹതി അമോഘവീര്യാഹി നൃപാഃ വംശേസ്മിൻ കേശവാശ്രയാഹം. അംഗസ്യ ന അംഗസ്യ, അംഗസ്യ വംശോ, അംഗരാജാവിന്റെ വംശം
രാജർഷേഹി ഏഷ, രാജർഷിയായ അംഗരാജാവിന്റെ ഏഷ വംശ, ഈ വംശം സംസ്ഥാതും അർഹഫി, ആ വംശത്തെ നിലനിർത്താൻ അർഹതി, അർഹിക്കുന്നവനല്ല ഇവൻ. നാ അംഗഫ്യവംശവും രാജർഷേരേശ സംസ്ഥാതുമർഹഫി, രാജർഷിയായ അംഗന്റെ വംശത്തെ നിലനിർത്തുവാനുള്ള അർഹത ഇവനില്ല. അമോഘബീജാഹിതപ്പ, രാജാക്കന്മാർ നിഷ്ഫലമല്ലാത്ത ബീജത്തോടു കൂടിയവരാണ്, ഫലമുള്ള ബീജത്തോടു കൂടിയവരാണ്. അമോഘബീജന്മാരാണ് രാജാക്കന്മാർ. വംശേസ്മിൻ കേശവാശ്രയ, എന്താ കാരണം? ഈ വംശത്തിൽ ഭഗവാനെ ആശ്രയിച്ച് കഴിയുന്നവരാണ് അധികവും. അങ്ങനെയുള്ള ഭഗവാനെ ആശ്രയിച്ചവരായ രാജാക്കന്മാരുടെ നിഷ്ഫലമല്ലാത്ത പരാക്രമത്തോടു കൂടിയവരാണല്ലോ അവർ. അവരുടെ പരാക്രമം സഫലമാണ്. ഇവരൊക്കെ തന്നെയല്ലേ ഇവ എന്നെ രാജാവാക്കി വെച്ചത്? അതെ. അന്ന് രാജാവാക്കിയപ്പോൾ ഇവരുടെ വിചാരം രാജർഷിയായ അംഗരാജാവിന്റെ വംശം നശിച്ചു പോകരുത് എന്ന് മാത്രമേ ഉള്ളൂ. അത് നശിച്ചാൽ ലോകശ്രേയസ്സിന് ഹാനികരമാണ്. ഈ വംശത്തിലാണ് ഭഗവാൻ അവതരിച്ചതും ധാരാളം കൃത്യങ്ങൾ ചെയ്തതും. ആ വംശത്തെ നിലനിർത്തേണ്ടത് ആവശ്യമാണെന്ന് കരുതിയാണ് വേനനെ അഭിഷേകം ചെയ്ത് രാജാവാക്കിയത്. അത് ന്യായമായിരുന്നു. നാംഗഫ്യവംശോ രാജർഷേരേശ സംസ്ഥാതുമർഹതി അമോഘബീജാഹി നിർഭാവംശേസ്മിൻ യശവശ്രയാം. രാജർഷേഹേ അംഗഫ്യേഷ വംശ സംസ്ഥാതും അർഹതി അസ്മിൻ വംശേ കേശമാശ്രയാഃ നൃപാഃ അമോഘബീജാഹി. നാംഗഫ്യവംശോ രാജർഷേരേഷ സംസ്ഥാതുമർഹതി അമോഘബീജാഹി നൃപാവംശേസ്മിൻ കേശവാശ്രയാം. നാംഗഫ്യവംശോ രാജർഷേരേഷ സംസ്ഥാതുമർഹതി അമോഘബീജാഹി നൃപാഃ വംശേസ്മിൻ കേശവാശ്രയാം. വിനിശ്ചിത്യൈവ മൃഷയോ വിപന്നഫ്യമഹീപദേ മമന്ധൂയൂരും കരഫാ തത്രാഫി ബാഹുഗോ നരാം. വിനിശ്ചിത്യ ഏവം മൃഷയ, ഇങ്ങനെയൊക്കെ നിശ്ചയിച്ചിട്ട് ഋഷിമാർ വിപന്നഫ്യമഹീപതേ, നശിച്ചുപോയ രാജാവിന്റെ, ആപത്തിലകപ്പെട്ട രാജാവിന്റെ മമന്ധൂഹു ഊരു, ഊരു തുട, മമന്ധുഹു മഥനം ചെയ്തു, തുടയുടെ ഭാഗം കടഞ്ഞു, തരഫ പെട്ടെന്ന്, തത്ര ആഫീത് അവിടെ ഉണ്ടായി, ബാഹുക നര ചെറിയ ശരീരമുള്ള ഒരു മനുഷ്യൻ അതിൽ നിന്നും ഉണ്ടായി വന്നു. ഈ അംഗങ്ങളെല്ലാം കയ്യ്, കാല്, തുട ഇതെല്ലാം എല്ലായിട്ട് തന്നെ അവിടെ ഇങ്ങനെ ഒരേപോലെ നിരന്ന് കിടക്കാണ്. ഒന്നും ചെയ്തില്ല. ഫുനീഥ്യ മന്ത്രം കൊണ്ടും മരുന്ന് കൊണ്ടും അതിനെ രക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും വിചാരമുണ്ടായ മഹർഷിമാർ വന്ന് ഇവിടേക്ക് നോക്കിയിട്ട് ഒരു ചെറിയ കലപ്പ പോലെ സാധനം എടുത്തിട്ട് ഇവന്റെ തുഴയുടെ ഭാഗത്തെ എല്ല് ഒന്നിളക്കി കളഞ്ഞു. അതിൽ നിന്നും ഹ്രസ്വകായനായ വാമനരൂപിയായ ഒരു മനുഷ്യൻ ആവിർഭവിച്ചു. വിനിശ്ചിത്യൈവ മൃഷയോ വിപന്നഫ്യമഹീപദേ മമന്ധുരൂരും തരഫാതത്രാഫി ബാഹുകോനരാം. ഏവം വിനിശ്ചിത്യ ഋഷയഃ വിപന്നഫ്യമഹീപദേഃ ഉരും തരഫാ മമന്ധു തത്ര ബാഹുകഃ നരഃ ആഫീത്. വിനിശ്ചിത്യൈവ മൃഷയോ വിപന്നഫ്യമഹീപദേ മമന്ധുരൂരും തരഫാ തത്രാഫി ബാഹുകോ നരാം. വിനിശ്ചിത്യൈവ മൃഷയോ വിപന്നഫ്യമഹീപദേ മമന്ധുരൂരും തരഫാ തത്രാഫി ബാഹുകോ നരാം. കാകകൃഷ്ണോദിഹർസ്വംഗോ ഹ്രസ്വബാഹുർമഹാഹനു ഹ്രസ്വപാൻ നിമ്ന നാഫഗ്രോ രക്താക്ഷസ്താമ്രമൂർധജാം. ആ വേനന്റെ ദോഷാംശത്തിൽ ജനിച്ച
ആ മനുഷ്യന്റെ സ്വരൂപത്തെ വിവരിക്കുകയാണ്. കാക്ക കൃഷ്ണ, കാക്കയെ പോലെ കറുത്താണ്. അതിഹ്രസ്വങ്കോ, ഏറ്റവും നീളം കുറഞ്ഞ അവയവങ്ങളാണ്. ഹ്രസ്വബാഹു, കുഞ്ഞു കയ്യാണ്. മഹാഹനു, ഒരു വലിയ താടിയൻ. അതേപോലെ ഹ്രസ്വപാത്, ചെറിയ കാല്. നിമ്ന നാസാഗ്ര, പതിഞ്ഞ മൂക്കിന്റെ അറ്റം. രക്ത അക്ഷ, ചുവന്ന കണ്ണ്. താമ്രം മൂർധജ, ചെമ്പിച്ച ജഡ, മുടികൾ. ഇങ്ങനെയുള്ള ഒരു ആകൃതി വിശേഷത്തെയാണ് കണ്ടത്. കാക്കകൃഷ്ണോതി ഹ്രസ്വങ്കോ ഹ്രസ്വബാഹുർമഹാഹനു. ഹ്രസ്വപം നിമ്നനാസാഗ്രോ രക്താക്ഷസ്തമൂർധജാം. കാക്കകൃഷ്ണ അതിഹ്രസ്വംഗ ഹ്രസ്വബാഹു മഹാഹനു ഹ്രസ്വപാദ് നിമ്നനാസാഗ്ര രക്താക്ഷ താമ്രമൂർധജ. കാക്കകൃഷ്ണോതിഹ്രസ്വംഗോ ഹ്രസ്വബാഹുർമഹാഹനു ഹ്രസ്വപം നിമ്നനാസാഗ്രോ രക്താക്ഷസ്താമ്രമൂർധജാം. കാക്കകൃഷ്ണോതിഹ്രസ്വംഗോ ഹ്രസ്വബാഹുർമഹാഹനു ഹ്രസ്വപം നിമ്നനാസാഗ്രോ രക്താക്ഷസ്താമ്രമൂർധജാം. തം തു തേവനതം ദീനം കിം കരോമീതി വാദിനം നിഷീദേത്യബ്രുവംസ്താത ഫനിഷാദസ്തതോഭവത്. തം തു, അവനെ ആകട്ടെ, തേ അവർ, അവനതം കുനിഞ്ഞ് വണങ്ങി നിൽക്കുന്ന അവരെ, ദീനം ദുഃഖിതരായ അവരോട്, കിം കരോതീതി വാദിനം, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന അവരോട്, നിഷീദ ഇത്യബ്രുവംസ്താതാം, ഇരിക്കൂ എന്ന് പറഞ്ഞു. നിഷീദാന്ത ഇരിക്കും. നിഷീദ ഇതി എന്ന് അബ്രുവൻ പറഞ്ഞു. നിഷീദ ഇതി അബ്രുവൻ, നിഷീദിത്യബ്രുവൻ. താത ഇവിടെ കുഞ്ഞെന്ന സംബോധനയാണ്, വിതരെ വിളിച്ചാണ്. ഫ നിഷാദസ്തോ ഭവത്. അപ്പോൾ ആ മനുഷ്യസ്വരൂപത്തിന് നിഷാദൻ എന്നൊരു പേര് വന്നു. നിഷാദന്മാർ ഇങ്ങനെയാണ്. കാട്ടാള വംശത്തിൽ ആദ്യമുണ്ടായവരാണിവൻ. നിഷീദ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നിഷാദൻ എന്നീ വംശത്തെ പറയാൻ കാരണം. വേനന്റെ ആ ദോഷാംശത്തിൽ നിന്നും ഒരു വികത സ്വരൂപം ഉണ്ടായി. അവരോട് ചോദിച്ചപ്പോൾ നിഷീദ എന്ന് പറഞ്ഞു. അത് രാക്ഷസന്മാരായിട്ട് പരിണമിച്ചു. തം തു തേവനതം ദീനം കിം കരോമീതി വാദിനം നിഷീദേത്യബ്രുവംസ്താത ഫനിഷാദസ്തതോ ഭവത്. തം തു തേവനതം, അവനതം ദീനം കിം കരോമീതി വാദിനം. തം തു, താത, നിഷീദ ഇതി തേ അബ്രുവൻ. തതഃ ഫ നിഷാദഃ അഭവത്. തം തു തേ വനതം ദീനം കിം കരോമീതി വാദിനം നിഷീദേത്യബ്രുവംസ്താത ഫനിഷാദസ്തതോ ഭവൻ. തം തു തേ വനതം ദീനം കിം കരോമീതി വാദിനം നിഷീദേത്യബ്രുവംസ്താത നിഷാദസ്തതോ ഭവൻ. തസ്യ വംശ്യാസ്തു നൈഷാദാം ഗിരികാനനഗോചരാഹം ഏന ആഹരഹജ്ജായമായോ വേനം വേനകൽമഷമുൽബണം. തസ്യ വംശ്യാസ്തു, ആ വംശങ്ങളാകട്ടെ, നൈഷാദാഹം, നിഷാദന്മാരെന്ന് വിളിക്കപ്പെട്ടു. ഗിരികാനനഗോചരാഹം, അവര് പർവ്വതങ്ങളിലും വനാന്തരത്തിൽ മാത്രമേ അവരെ കാണുള്ളൂ. നാട്ടിലെങ്ങും നിഷാദന്മാരെ കാണാൻ പറ്റില്ല. ഏന, യാതൊരുവനാൽ, അഹരഹജ്ജായ പ്രണ, അഹരഹ
രാപകലുകളില്ലാതെ ജായമാന ജനിക്കുന്ന സമയത്ത് വേനം അകൽമഷം ഉൾബണം അല്ല വേനകൽമഷം ഉൾബണം വേനന്റെ പാപത്തെ ആഹരിച്ചു ഉൾബണമായ കഠോരമായ ഭയങ്കരമായ വേനന്റെ പാപത്തെ അവർ ആഹരിച്ചു. ഈ നിഷാദന്മാർ കാട്ടാളന്മാർ കാട്ടിലും പർവ്വതത്തിലൊക്കെയാണ് അവരുടെ വംശക്കാര് ജനിച്ചു വളരുന്നത്. ജനിച്ചപ്പോ തന്നെ വേനന്റെ കഠോരമായ പാപത്തിന്റെ സ്വരൂപമുള്ളവരായി തീർന്നു ഇവർ. ഋഷികൾ അവരെ പർവ്വതത്തിലും വനങ്ങളിലും ഒക്കെ താമസിപ്പിച്ചു. അവന്റെ സന്തതികൾ ഇപ്പോഴും പർവ്വതാദികളായ സ്ഥാനങ്ങളിൽ വസിക്കുന്നുണ്ട്. ഈ ജാതിയിൽപ്പെട്ടവരെയാണ് കാട്ടാളന്മാരെന്ന് പറയുന്നത്. പാപമൂർത്തികളായതുകൊണ്ടാണ് ഇവരെ അന്നുള്ള മഹർഷിമാർ അകറ്റി നിർത്തിയത്. പരമ്പരയാ നിലനിന്നുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇപ്പോഴും അവർ നശിച്ചു. തഫ്യവംശസ്തു നൈഷാദാം ഇതി കാനനഗോചരാം യേനാഹരഹജ്ജായമാനോ വേനം ജായമാനോ വേനകൽമഷമുൽബണം തഫ്യവംശാഃ നൈഷാദാഃ തു ഗിരികാനനഗോചരാഃ യേന ജായമാനഃ ഉൽബണം വേനകൽമഷം ആഹരത്. തഫ്യവംശാസ്തു നൈഷാദാം ഗിരികാനനഗോചരാം യേന അഹരഹജ്ജായമാനോ വേനം വേനകൽമഷമുൽബണം തഫ്യവംശാസ്തു നൈഷാദാ ഗിരികാനനഗോചരാം യേന അഹരഹജ്ജായമാനോ വേനകൽമഷമുൽബണം. അങ്ങനെ ഒരു കാട്ടാള വംശത്തിന്റെ വിവരണത്തോടു കൂടിയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. നമ്മുടെ സമയം ആയിരിക്കാണ്. അടുത്ത അധ്യായം നമുക്ക് അടുത്ത ദിവസമാകാം. ഇനിയും ക്ലാസ്സുകൾ ഏപ്രിലില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മെയ് ആദ്യത്തെ ആഴ്ചയിലാണ് ഈ ക്ലാസ്സുകൾ നമുക്ക് ആരംഭിച്ചത്. അന്ന് കാണാം. അതുവരെ എല്ലാ ദിവസവും ഭാഗവതം പാരായണം ചെയ്ത് അർത്ഥവിചിന്തനം ചെയ്ത് സമയം പാഴാക്കി കളയാതെ കഴിയാൻ. ഇതിപ്പോൾ ആഴ്ച 2 ദിവസം ഓരോ മണിക്കൂർ ഇതിനു വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതങ്ങനെ തന്നെ തുടരട്ടെ, നഷ്ടപ്പെടുത്തരുത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥനയുടെ ക്ലാസ് പ്രസംഗിക്കാം. അതിനുശേഷം സംശയം ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.